Hi students, welcome to your new class. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ടൂൾസ് ആൻഡ് ടെക്നിക്സ് ഫോർ ഇഫക്റ്റീവ് ഡിസിഷൻ മേക്കിംഗ്. നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൻ്റെ ഹെഡിങ് ഇത് തന്നെയാണ്. ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന വളരെ കാര്യക്ഷമമായ ഫലപ്രദമായിട്ടുള്ള ടൂൾസും ടെക്നിക്സും എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഈ ഒരു സെഷനിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ടൂൾസ് ഏതൊക്കെയാണെന്നുള്ളത് അതിലത്തെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നതാണ് ബ്രെയിൻ സ്റ്റോമിംഗ് ടെക്നിക് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് ബ്രെയിൻ സ്റ്റോമിങ്. എന്തിനാണ് ബ്രെയിൻ സ്റ്റോമിങ് എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് എ ഗ്രൂപ്പ് ആക്ടിവിറ്റി ടെക്നിക് ദാറ്റ് ഈസ് ഓഫൺ യൂസ് ടു ഫൈൻഡ് എ സൊല്യൂഷൻ ടു എ സ്പെസിഫിക് പ്രോബ്ലം. ഏതെങ്കിലും വളരെ കൃത്യമായിട്ടുള്ളൊരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ കാണുന്നതിന് വേണ്ടിയിട്ട് നോർമലി നമ്മൾ യൂസ് ചെയ്യുന്ന വളരെ ക്രിയേറ്റീവ്, അതായത് ഗ്രൂപ്പായിട്ട് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് ഗ്രൂപ്പ് ക്രിയേറ്റിവിറ്റി ടെക്നിക്കാണ് ഈ ബ്രെയിൻ സ്റ്റോമിങ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് ബൈ എൻകറേജിങ് ഓപ്പൺ ആൻഡ് ഫ്രീ ഫ്ലോയിങ് ഡിസ്കഷൻ. അവിടെ എത്ര മെമ്പേഴ്സ് ഉണ്ടോ ആ മെമ്പേഴ്സിനെല്ലാം എൻകറേജ് ചെയ്യും അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ. വളരെ ഫ്രീ ഫ്ലോ ആയിട്ടുള്ള ഡിസ്കഷനാണ് അവിടെ നടക്കുക. ഡെസിഷൻ മേക്കേഴ്സ് ക്യാൻ എക്സ്പ്ലോർ എ വൈഡ് റേഞ്ച് ഓഫ് പോസിബിലിറ്റീസ്. അപ്പോൾ ആർക്കാണോ ഡെസിഷൻ എടുക്കേണ്ടത് അവർക്ക് എന്ത് കിട്ടും? ഒരുപാട് പോസിബിലിറ്റീസ്. എത്ര മെമ്പേഴ്സ് ഉണ്ടോ അവരെല്ലാം ഡിഫറെൻ്റ് ആയിട്ടുള്ള സാധ്യതകളെക്കുറിച്ച് അവിടെ പറയുന്നു. ആൻഡ് ഐഡൻറ്റിഫൈ ഇന്നോവേറ്റീവ് അപ്രോച്ചസ്. അതിൽ ഏറ്റവും നല്ല ഇന്നോവേറ്റീവായ അപ്രോച്ചസ് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നു ഡെസിഷൻ എടുക്കുന്നതിന് വേണ്ടിയിട്ട്. ദിസ് ഈസ് ഡൺ ബൈ അലോയിങ് ടീം മെമ്പേഴ്സ് ടു കോൺട്രിബ്യൂട്ട് ന്യൂ ഐഡിയാസ്. ഈ ഒരു സിസ്റ്റം ഉള്ളതുകൊണ്ട് ടീം മെമ്പേഴ്സിന് അവരുടേതായ ഐഡിയാസ് അവിടെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. വിച്ച് ആർ ഗ്യാതേർഡ് ആൻഡ് റെക്കോർഡഡ് ഫ്രീലി. അവർ പറയുന്ന ഓരോ ഐഡിയാസും നമ്മൾ കളക്ട് ചെയ്യുന്നു, അത് റെക്കോർഡ് ചെയ്യുന്നു. വളരെ ഫ്രീ ആയിട്ട് തന്നെ അത് റെക്കോർഡ് ചെയ്യുന്നു. അപ്പോൾ ബ്രെയിൻ സ്റ്റോമിങ് സെഷൻസ് യൂഷ്വലി ചെയ്യുന്നത് എങ്ങനെ? ഹാൻഡ്ഫുൾ ഓഫ് കോർ ടീം മെമ്പേഴ്സ് എന്നാണ് പറയുന്നത്. അതായത് ഹാൻഡ്ഫുൾ എന്ന് പറയുമ്പോൾ ഒരു കയ്യിൽ ഒതുങ്ങുന്ന തരത്തിൽ, അതായത് വളരെ കുറച്ച് കോറായിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ടീം മെമ്പേഴ്സായിട്ട് ചെയ്യുന്നതാണത്. ടിപ്പിക്കലി ലെഡ് ബൈ എ ഡയറക്ടർ ഓർ ഫെസിലിറ്റേറ്റർ. ഇതാരാണ് ഈ ഒരു ഗ്രൂപ്പിനെ ലീഡ് ചെയ്യുന്നത്? ഒരു ഡയറക്ടർ അല്ലെങ്കിൽ ഒരു ഫെസിലിറ്റേറ്റർ ആയിരിക്കും. ഈ ഡയറക്ടർ അല്ലെങ്കിൽ ഫെസിലിറ്റേറ്റർ എന്താ ചെയ്യുന്നത്? ഈ ബ്രെയിൻ സ്റ്റോമിംഗ് സെഷൻസിനെല്ലാം ഓവർസീ ചെയ്യുന്ന ഇവരാണ്. നോർമലി അറ്റൻഡഡ് ബൈ എ സ്മോൾ നമ്പർ ഓഫ് കോർ ഗ്രൂപ്പ് മെമ്പേഴ്സ്. സാധാരണ ഈ ഒരു സെഷൻ അറ്റൻഡ് ചെയ്യുന്നത് ആരായിരിക്കും? മെയിൻ ആയിട്ടുള്ള ആളുകൾ, അതും ഒരു സ്മോൾ നമ്പറുള്ള മെമ്പേഴ്സ് ചേർന്നിട്ടാണ് ബ്രെയിൻ സ്റ്റോമിംഗ് ഫംഗ്ഷൻ ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ ജസ്റ്റ് ഒരു സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് ഈ ഒരു ബ്രെയിൻ സ്റ്റോമിംഗ് ഫസ്റ്റ് യൂസ് ചെയ്തിരിക്കുന്നത് 1939 ഒരു അഡ്വർടൈസിങ് എക്സിക്യൂട്ടീവാണ് അലക്സ് എഫ് ഓസ്ബോൺ ആണ് ഈ ഒരു ബ്രെയിൻ സ്റ്റോമിംഗ് കൊണ്ടുവന്നത്. ഓസ്ബോൺ ബിക്കെയിം ഫ്രസ്ട്രേറ്റഡ് വിത്ത് സ്റ്റാഫ്സ് ഫെയിലിയർ ടു ഡെവലപ്പ് ഇന്നോവേറ്റീവ് ന്യൂ ഐഡിയാസ്. എന്തുകൊണ്ട് ഇതൊരു ഐഡിയ വരാൻ കാരണം ഈ ഓസ്ബോൺ എപ്പോഴും ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു. കാരണം അവരുടെ സ്റ്റാഫിന് ഒരു പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് ഒന്നും കൊണ്ടുവരുന്നില്ല. അവർ വളരെ തോൽവികളായിരുന്നു, അല്ലെങ്കിൽ അവർക്ക് ഒരിക്കലും അത് സാധിച്ചിരുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. സോ അവരിങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി ക്രിയേറ്റിംഗ് പ്രോബ്ലം സോൾവിങ് ടെക്നിക്സിനെ കുറിച്ചിട്ട്. കാരണം ഒരു ടീം ബേസ്ഡ് ആയിട്ട് അപ്രോച്ച്, വർക്ക് ചെയ്യുന്ന ഒരു ടീം ബേസ്ഡ് ആയിട്ടുള്ള അപ്രോച്ചിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് പുതിയ ടെക്നിക്സ് അവർ ആലോചിക്കാൻ തുടങ്ങി. ഹി സ്റ്റാർട്ടഡ് ഫെസിലിറ്റേറ്റിംഗ് ഗ്രൂപ്പ് തിങ്കിങ് സെഷൻ. അദ്ദേഹമാണ് ഇങ്ങനെ ഒരു ഗ്രൂപ്പ് തിങ്കിങ് സെഷൻ സ്റ്റാർട്ട് ചെയ്തത്. ഫൗണ്ട് ദാറ്റ് ഡൂയിങ് സോ സിഗ്നിഫിക്കൻ്റ്ലി ഇൻക്രീസ് ദ ക്വാളിറ്റി ആൻഡ് നമ്പർ ഓഫ് ന്യൂ ഐഡിയാസ്. അതങ്ങനെ ചെയ്തു തുടങ്ങിയപ്പം അവർക്ക് ഒരുപാട് പുതിയ ഐഡിയാസ് കിട്ടി, നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഐഡിയാസ്, നമ്പർ ഓഫ് ഐഡിയാസ് ഒക്കെ കിട്ടി. ദീസ് ഗ്രൂപ്പ് ഗ്യാതറിങ്സ് വെർ നോൺ ആസ്. ഇങ്ങനെ ഈ ഒരു ഗ്രൂപ്പ് ഗ്യാതറിങ്സിനെ ആണ് എന്ത് പറയുന്നത്? ബ്രെയിൻ സ്റ്റോമിംഗ് എന്ന് പറയുന്നത്. ബ്രെയിൻ സ്റ്റോമിങ്ങിൻ്റെ ഒരു ഒറിജിൻ എന്തായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളവിടെ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ മോഡേൺ ഫോംസൊക്കെ ഒരുപാട് ഡിജിറ്റൽ ബ്രെയിൻ സ്റ്റോമിങ് ടൂൾസൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. കാരണം കൂടുതലായിട്ട് കുറച്ചുകൂടി അവർക്ക് എഫിഷ്യൻ്റ് ആവണം, അവർക്ക് ഓരോ സ്റ്റേജ് റിവ്യൂ ചെയ്യാനും പുതിയ പ്രോസസ്സിനൊക്കെ ആക്സിലറേറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഇത് നമ്മൾ അഡോപ്റ്റ് ചെയ്യാറുണ്ട്. മെയിനായിട്ട് എംഫസൈസ് ചെയ്യുന്നത് എന്താ വെച്ചാൽ ക്വാണ്ടിറ്റി ആൻഡ് ക്വാളിറ്റി ടു പ്രൊഡ്യൂസ് ആസ് മെനി ഫ്രഷ് ഐഡിയാസ് ആസ് പോസിബിൾ. മാക്സിമം പുതിയ ഐഡിയാസ് കൊണ്ടുവരിക, അതും വളരെ ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള സെഷൻസൊക്കെ. അങ്ങനെ കിട്ടുന്ന സജഷനെ എല്ലാം ഗ്യാദർ ചെയ്യും, എന്നിട്ട് ഫോക്കസ് ചെയ്യും, എന്നിട്ട് ആ ഇഷ്യൂ എന്താണെന്ന് ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ടാണ് വിഷ്വൽ മാനേജ്മെൻറ്റ് ടെക്നിക്സ് കൂടിയിട്ട് ഇതിൻ്റെ ഒപ്പം തന്നെ വരുന്നൊരു കാര്യമാണ്. അറ്റ് ദ ഹാർട്ട് ഓഫ് എഫിഷ്യൻ്റ് ആൻഡ് ഇഫക്റ്റീവ് ബ്രെയിൻ സ്റ്റോമിംഗ് ടെക്നിക്സ്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വിഷ്വൽ ആയിട്ടുള്ള ടെക്നിക്സ് എന്ന് പറയുമ്പോൾ ഓൺലൈൻ വിഷ്വൽ പ്ലാറ്റ്ഫോമുകൾ, അതൊക്കെ കൂടുതലായിട്ട് എൻഹാൻസ് ചെയ്യുന്നുണ്ട്. നല്ലൊരു എക്സ്പീരിയൻസുകൾ പ്രൊവൈഡ് ചെയ്യാനും കുറച്ചും കൂടി ഫങ്ഷനാലിറ്റിയിലേക്ക് പോകാനൊക്കെ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടൂൾസും സോഫ്റ്റ്വെയറൊക്കെയാണ് ഈ മൈൻഡ് മീസ്റ്റർ, മൈറോ, സ്റ്റോം ബോർഡ് ആൻഡ് ഐഡിയ ഫ്ലിപ്പ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർസൊക്കെ.
അപ്പോൾ ജസ്റ്റ് ബ്രെയിൻ സ്റ്റോമിങ് എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ആദ്യം മാർക്ക് ചെയ്ത പോർഷൻസ് എഴുതാം. അതാണ് നമുക്ക് പരീക്ഷയ്ക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നൊരു കാര്യം. ഇനി ബ്രെയിൻ സ്റ്റോമിങ് നമ്മൾ സെഷൻ കണ്ടക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ റൂൾസ് ഉണ്ട് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കുക. പ്രധാനമായിട്ടും 9 കാര്യങ്ങളാണ് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത്. ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് സെറ്റ് എ ടൈം ലിമിറ്റ്, ഒരു സമയപരിധി നമ്മൾ നിശ്ചയിക്കുക. ഒരു പ്രോബ്ലം നമുക്കുണ്ട് സൊല്യൂഷന് വേണ്ടിയിട്ടെന്ന് വിചാരിച്ചാൽ അവിടെ നമുക്കൊരു സ്റ്റാൻഡേർഡ് ടൈം ഫിക്സ് ചെയ്യണം. ആ സ്റ്റാൻഡേർഡ് ടൈം എന്ന് പറയുന്നത് എത്രയാണ്? 15 മിനിറ്റ് മുതൽ 60 മിനിറ്റ് വരെയാണ് നമുക്ക് അവർക്ക് കൊടുക്കാവുന്ന സമയം എന്ന് പറയുന്നത്. രണ്ടാമത് ചെയ്യുന്നത് ബിഗിൻ വിത്ത് എ ടാർഗറ്റ് പ്രോബ്ലം. നമ്മൾ തുടങ്ങുന്നതേ നമുക്കൊരു കൃത്യമായിട്ടൊരു പ്രോബ്ലം ഉണ്ടായിരിക്കണം, അതിനുള്ള സൊല്യൂഷന് വേണ്ടി അത് ചെയ്യുന്നത്. അപ്പോൾ അത് ടാർഗറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ അതെന്താന്ന് വ്യക്തമായിട്ട് അവിടെ ബ്രീഫായിട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ ഒരു ബ്രെയിൻ സ്റ്റോമിങ് സെഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. മെമ്പേഴ്സ് ഷുഡ് അപ്രോച്ച് ഇത് ഷാർപ്ലി ഡിഫൈൻഡ് ക്വസ്റ്റ്യൻ, പ്ലാൻ, ഗോൾ ആൻഡ് സ്റ്റേ ഓൺ ടോപ്പിക്. അതുകൊണ്ട് തീർച്ചയായിട്ടും പങ്കെടുക്കുന്ന ആ മെമ്പേഴ്സിന് ആ ആക്ച്വൽ ക്വസ്റ്റ്യൻ എന്താ അറിയണം, അവരുടെ പ്ലാന് അല്ലെങ്കിൽ ഗോള്, അതില്ലെങ്കിൽ ആ ഒരു ടോപ്പിക്കിൽ തന്നെ അവർ സ്റ്റേ ചെയ്താൽ മാത്രമാണ് അവർക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. മൂന്നാമത്തെ പോയിന്റ് പറയുന്നത് റിഫ്രെയിൻ ഫ്രം ജഡ്ജ്മെന്റ് ക്രിറ്റിസിസം. നോ വൺ ഷുഡ് ബി നെഗറ്റീവ്. ഈ ഒരു ടീമിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ ഒരിക്കലും ക്രിറ്റിസിസം ഇല്ല. ഒരാൾ പറഞ്ഞതിനെ എതിർത്ത് നിൽക്കുക അല്ലെങ്കിൽ അവരുടെ ജഡ്ജ്മെൻറ്റിൽ നിന്നൊക്കെ വിട്ട് നിൽക്കുക എന്നൊരു സംഭവം ഈ ബ്രെയിൻ സ്റ്റോമിങ്ങിൽ ഇല്ല. കാരണം എത്ര പേര് അറ്റൻഡ് ചെയ്യുന്നുണ്ടോ അത്രയും പേര് നിർബന്ധമായിട്ടും അവരുടെ ഐഡിയാസ് അവിടെ പറഞ്ഞിരിക്കണം. അത് നെഗറ്റീവ് ആവാം, പോസിറ്റീവ്, എന്ത് തന്നെയാണെങ്കിലും അവർ ഷെയർ ചെയ്തിരിക്കുക എന്നുള്ളതാണ് പറയുന്നത്. ഇൻക്ലൂഡിങ് അവരുടെ ബോഡി ലാംഗ്വേജ് ഉൾപ്പെടെ അവിടെ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് എടുക്കുക എന്നുള്ളതാണ് പറയുന്നത്. നാലാമത്തെ പോയിന്റിൽ പറയുന്നത് എൻകറേജ് സ്ട്രേഞ്ച് ആൻഡ് വൈൽഡ് ഐഡിയാസ്. അപ്പോൾ ഇങ്ങനെ കുറച്ച് പേര് ഈ ഗ്രൂപ്പിൽ വരുന്ന നമ്മൾക്ക് കേൾവി പോലും ഇല്ലാത്ത ചില ഐഡിയാസ് ആയിരിക്കും ഓരോരുത്തർ പറയുക. അപ്പോൾ ആ ഒരു വൈൽഡ് ഐഡിയാസ് ഉണ്ടെങ്കിൽ, വളരെ സ്ട്രേഞ്ച് ആയിട്ടുള്ള ഐഡിയാസിനെ തീർച്ചയായിട്ടും അതിനെ എന്ത് ചെയ്യാനാണ് പറയുന്നത്? എൻകറേജ് ചെയ്യാനാണ് പറയുന്നത്. കാരണം ഓരോ ആൾ പറയുന്നത് ചിലപ്പോൾ പൊട്ട തെറ്റാണെങ്കിൽ പോലും അവർക്കത് റിവീൽ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മളവിടെ കൊടുക്കുന്നത്. എവ്രി വൺ ഫീൽസ് ഫ്രീ ടു റിവീൽ ഐഡിയാസ് വെൻ ഇറ്റ് ഈസ് ആൻ ഓപ്പൺ ഡിസ്കഷൻ ഇൻ ദ ഗ്രൂപ്പ്. ആ ഗ്രൂപ്പിൽ നടക്കുന്ന ചർച്ച എങ്ങനെയാണ്? ഓപ്പൺ ഡിസ്കഷൻ. അവിടെ ഒരാളെയും നമ്മൾ പരാമർശിക്കില്ല, ഒരാളെയും വിമർശിക്കില്ല, അല്ലെങ്കിൽ ഒരു ജഡ്ജ്മെൻറ്റും അവിടെ കൊടുക്കുന്നില്ല, ഒരു കളിയാക്കലുകളില്ല. ഏതൊരാൾക്കും വളരെ ഫ്രീലി അവരുടെ ഐഡിയാസ് തെറ്റാണെങ്കിൽ പോലും ഒരു മടിയുമില്ലാതെ അവർക്കത് പറയാനുള്ള ഒരു അവസരമാണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അഞ്ചാമത്തെ പോയിന്റിൽ പറയുന്നത് എയിം ഫോർ ക്വാണ്ടിറ്റി. നമ്മൾ പ്രധാനമായിട്ടുള്ള നമ്മുടെ ലക്ഷ്യം എന്താണ്? ക്വാണ്ടിറ്റി ബ്രീഡ്സ് ക്വാളിറ്റി. നല്ലൊരു ക്വാണ്ടിറ്റിയിലാണെങ്കിൽ അത് തീർച്ചയായിട്ടും ഒരു ക്വാളിറ്റീനെ ഉൽപ്പാദിപ്പിക്കും. ദാറ്റ് മീൻസ് മോർ ഇമ്പോർട്ടൻസ് ഈസ് ഗിവൺ ഓൺ ക്വാണ്ടിറ്റി ഓഫ് ഫ്രഷ് ഐഡിയ. നമുക്ക് എത്ര ഫ്രഷ് ഐഡിയ കിട്ടുന്നു, അതാണ് ക്വാണ്ടിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എത്ര ഫ്രഷ് ഐഡിയ കിട്ടുന്നു എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ. ആറാമത്തേൽ ബിൽഡ് ഓൺ അതേഴ്സ് ഐഡിയാസ്. ഇനി കുറേ ഐഡിയാസ് കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് ഓൾറെഡി വല്ലവരും പറയുന്ന ഐഡിയയുടെ മുകളിൽ ബിൽഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആ ഐഡിയയിൽ നിന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ട് പുതിയതിലേക്ക് വരാനും മതി. ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് അസോസിയേഷൻ വെർ മെമ്പേഴ്സ് എക്സ്പാൻഡ് ഓൺ അതേഴ്സ് നോഷൻസ്. മറ്റുള്ള ഒരു മെമ്പർക്ക് തോന്നിയിരിക്കുന്ന അവരുടെ അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഐഡിയാസിൽ അതിനെ വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? പുതിയ ഇൻസൈറ്റുകളിലേക്ക് പോവാം, അല്ലെങ്കിൽ നമുക്ക് നമ്മുടേതായിട്ടൊരു ഐഡിയ ജനറേറ്റ് ചെയ്യാം. അതിൽ ആ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് മറ്റുള്ള മെമ്പേഴ്സിൻ്റെ ഐഡിയേനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് പുതിയതിലേക്കും പോവാം. ഏഴാമത്തെ പോയിന്റിൽ പറയുന്നത് കീപ്പ് ഓൺ വിഷ്വൽ. കൃത്യമായിട്ട് ഈ പറയുന്ന കാര്യങ്ങൾ ഡയഗ്രമാറ്റിക് ആയിട്ടോ ഒക്കെ നമുക്ക് ഐഡിയാസിനെ മറ്റുള്ളവർക്ക് മനസ്സിലാവുന്ന രീതിയിലൊക്കെ അത് എക്സിബിറ്റ് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. ഡയഗ്രാംസ് ആൻഡ് പോസ്റ്റ് ഹെൽപ്പ് ടു ബ്രിങ് ഐഡിയാസ് ടു ലൈഫ് ആൻഡ് ഹെൽപ്പ് അതേഴ്സ് സീ തിങ്സ് ഇൻ ഡിഫറെൻറ്റ് വേയ്സ്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എക്സിബിറ്റ് ചെയ്യുമ്പം പല ആളുകൾക്കും അതൊക്കെ പല തരത്തിൽ എക്സിബിറ്റ് ചെയ്യാനൊക്കെ അവിടെ സാധിക്കും. ആൻഡ് അലോ വൺ കൺവെർസേഷൻ അറ്റ് എ ടൈം. എല്ലാവരും കൂടി ഒരുപോലെ ബഹളം വയ്ക്കരുത്. ഒരാൾ പറയുന്ന സമയത്ത് ബാക്കിയുള്ളവർ ശ്രദ്ധാപൂർവ്വം ഇരിക്കണം. വൺ പേഴ്സൺ ഈസ് അലൗഡ് ടു ടോക്ക് ആൻഡ് പ്രസൻറ്റ് ഹിസ് ഐഡിയാസ്. ഒരു വ്യക്തിക്ക് ഒരു ഐഡിയ ഉണ്ടെങ്കിൽ അവരത് ഒറ്റയ്ക്ക് നിന്ന് പ്രസൻറ്റ് ചെയ്യുക. ഇറ്റ് ഈസ് ഷോ ദ റെസ്പെക്ട് ഫോർ എവറി വൺസ് ഐഡിയാസ്. എന്തിനാ അങ്ങനെ പറയുന്നത്? ഓരോ വ്യക്തി പറയുന്ന ഐഡിയയ്ക്കും അവർക്ക് കൊടുക്കുന്ന ബഹുമാനത്തിനെ തന്നെയാണ് അത് കാണിക്കുന്നത്. കാരണം ആ ഒരു വ്യക്തിക്ക് ഉണ്ടായ ഐഡിയ മറ്റുള്ളവർ ശ്രദ്ധാപൂർവ്വം കേട്ടിരിക്കുക എന്നുള്ളത്. ഒൻപതാമത്തെ പോയിന്റിൽ ടു അറൈവ് എ കോൺക്രീറ്റ് റിസൾട്ട്. ഒരു കൃത്യമായിട്ടുള്ള റിസൾട്ടിലേക്ക് നമുക്ക് എത്തണമെങ്കിൽ ഇറ്റ്സ് എസെൻഷ്യൽ ടു കീപ്പ് ഓൺ ട്രാക്ക് ദിസ് വേ ആൻഡ് ഷോ. എങ്ങനെയാണ് ഇത്രയും കാര്യങ്ങൾ നമ്മൾ എങ്ങനെ ട്രാക്ക് ചെയ്തു പോയി, അതിൻ്റെ മാർഗ്ഗങ്ങൾ എന്താണെന്നുള്ളതൊക്കെ കൃത്യമായിട്ട് അറിഞ്ഞാൽ മാത്രമാണ് അതിനെ ഒരു കോൺക്രീറ്റ് റിസൾട്ടിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഈ 9 പോയിന്റുകൾ ബ്രെയിൻ സ്റ്റോമിങ് സെഷൻ കണ്ടക്ട് ചെയ്യുമ്പോൾ നമ്മൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട റൂൾസാണ്.
ഇനി ഈ ഒരു ബ്രെയിൻ സ്റ്റോമിംഗ് കൊണ്ടുള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് ഒരു ഫേമിനെ സംബന്ധിച്ചോളം? ഫസ്റ്റ് പോയിന്റിൽ പറയുന്നത് ജനറേറ്റിംഗ് വാരീഡ് ആൻഡ് ക്രിയേറ്റീവ് ഐഡിയാസ്. നമുക്ക് ഈ ഒരു ബ്രെയിൻ സ്റ്റോമിംഗ് തന്നെ വളരെ ക്ലിയർ ആണ്. എന്തിനാണ് ഇത് നടത്തുന്നത്? പാർട്ടിസിപ്പൻസിൻ്റെ കയ്യിൽ നിന്ന് പുതിയ പുതിയ ഐഡിയാസ്, ഒരു സ്പെസിഫിക് പ്രോബ്ലത്തിന് വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ഇറ്റ് എൻഷുവേഴ്സ് കൺസിഡറേഷൻ ഓഫ് ഓൾ ഓപ്ഷൻസ്. അതിൽ നമുക്ക് എന്ത് ചെയ്യാം? ഓരോ ആളുകളുടെ ഓപ്ഷൻസ് ഇൻക്ലൂഡിങ് അൺയൂഷ്വൽ ആയിട്ടുള്ള സൊല്യൂഷൻ പോലും നമുക്ക് ഉൾപ്പെടുത്താം. അൺലോക്ക് ക്രിയേറ്റീവ് തിങ്കിങ്, അങ്ങനെ ഓരോരുത്തരെയും വളരെ ക്രിയേറ്റീവായി തിങ്ക് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ആൻഡ് എനേബിൾ ക്വിക്ക് ജനറേഷൻ ഇവാലുവേഷൻ ഓഫ് മൾട്ടിപ്പിൾ ഐഡിയാസ്. ഒന്നിലധികം ഐഡിയാസിനെ ഇവാലുവേറ്റ് ചെയ്യാനും ജനറേറ്റ് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് ഒന്നാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എൻകറേജ്മെൻറ്റ് ഓഫ് കൊളാബറേഷൻ ആൻഡ് ഈക്വൽ പാർട്ടിസിപ്പേഷൻ പ്രൊമോട്ട്സ് ആൻ ഇൻക്ലൂസീവ് എൻവയോൺമെൻറ്റ്. കൊളാബറേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ മറ്റുള്ള വ്യക്തികളുമായി കൂടിച്ചേർന്നുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അങ്ങനെ വരുമ്പം ഒരു ഡിവേഴ്സ് പെർസ്പെക്റ്റീവ് ആൻഡ് എക്സ്പെർട്ടൈസ്, ഒരുപാട് ആ വരുന്ന മെമ്പേഴ്സിന് പലർക്കും പല തരത്തിലുള്ള പെർസ്പെക്റ്റീവുകളായിരിക്കും ഉണ്ടായിരിക്കുക. അവരുടെ പല വൈദഗ്ധ്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ കാഴ്ചകൾ അതെല്ലാം ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. ലീഡിങ് ടു മോർ ഇൻഫോംഡ്. ചിലപ്പോൾ അതിലൂടെ നമ്മൾ കയറി പോവുകയാണെങ്കിൽ പുതിയ പുതിയ ഒരു ഇൻഫോർമേഷനിലേക്ക്, ഓരോ ഒബ്ജക്റ്റീവ് ഡിസിഷൻ മേക്കിങ്ങിലൊക്കെ പെട്ടെന്ന് നമുക്ക് എത്താൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തതിലൊന്നും ഞാൻ അടയാളപ്പെടുത്താത്തത് ഇതെല്ലാം നമ്മൾ ആ ഓരോ വരികളൊക്കെ പഠിക്കേണ്ടത് തന്നെയാണ്. ഓക്കെ. മൂന്നാമത്തെ പോയിന്റിൽ പ്രൊമോട്ടിങ് ഓണർഷിപ്പ്, ബൈൻ ആൻഡ് കൺസെൻസസ്. കൂടെ എല്ലാ ടീം മെമ്പേഴ്സും ഈക്വലി അവരുടെ ഐഡിയാസ് അവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. പ്രൊമോട്ട്സ് എ സെൻസ് ഓഫ് ഓണർഷിപ്പ്, ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ദ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ്. ഈ ഒരു ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിൽ നമ്മളെല്ലാവരും ഇരിക്കുന്നുണ്ടെങ്കിൽ നമ്മളുടേതായിട്ടുള്ള എല്ലാ ഐഡിയാസിനും ഒരു ഓണറെ പോലെ, അല്ലെങ്കിൽ അവിടെ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് നമ്മൾ നടത്തുന്നത്. ഓപ്പൺ ഡിസ്കഷൻസും ഡിബേറ്റും ഒക്കെ ഉണ്ട്. കാരണം അതിലൂടെയാണ് നമുക്ക് ആ ഒരു ഏരിയാസ് ഓഫ് അഗ്രിമെൻറ്റിലൊക്കെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് എളുപ്പത്തിൽ വളരെ ക്വിക്കായിട്ടും മറ്റുള്ളവർക്ക് മനസ്സിലാവുന്ന രീതിയിലേക്കൊക്കെ എത്തിച്ചേരാൻ പറ്റുന്നു എന്നുള്ളതാണ്. നാലാമത്തെ പോയിന്റിൽ പറയുന്നത് എൻഹാൻസ് എഫിഷ്യൻസി, ഇംപ്രൂവ് ടീം വർക്ക്. ഇങ്ങനെയൊരു സെഷൻ നമ്മൾ കണ്ടക്ട് ചെയ്യുമ്പം അതും ഒരു ഓൺലൈൻ വിഷ്വൽ പ്ലാറ്റ്ഫോം കൂടി യൂട്ടിലൈസ് ചെയ്തുകൊണ്ടാണെങ്കിൽ തീർച്ചയായിട്ടും കുറച്ചും കൂടി നമ്മുടെ എഫിഷ്യൻസി കൂടാനും നല്ല രീതിയിലൊരു ടീം വർക്ക് ഇംപ്രൂവ് ചെയ്യാനും ആൻഡ് ആക്സിലറേറ്റഡ് ഡിസിഷൻ പെട്ടെന്ന് തന്നെ നമുക്കൊരു ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിലേക്ക് എത്താനും സാധിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ വേറൊരു ഗുണം എന്ന് പറയുന്നത്. അഞ്ചാമത്തെ പോയിന്റിൽ പറയുന്നത് ബ്രെയിൻ സ്റ്റോമിംഗ് പ്രൊമോട്ട്സ് എ മോർ ഇൻക്ലൂസീവ് ആൻഡ് ഈക്വൽ എൻവയോൺമെൻറ്റ്. ഇവിടെ പങ്കെടുക്കുന്ന എല്ലാ വ്യക്തികൾക്കും എന്താണ് തുല്യമായിട്ടുള്ള ഒരു ചുറ്റുപാടാണ് ഇവിടെ എല്ലാവർക്കും കിട്ടുന്നത്. എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടും തുല്യമായിട്ടുള്ളൊരു നിലപാടുകൾ എടുക്കാൻ സാധിക്കുന്ന ഒരു എൻവയോൺമെൻ്റ് ആയിരിക്കും ഇതിലുണ്ടായിരിക്കുക. കാരണം പീപ്പിൾ വിൽ ബി ഹേർഡ്. ഒരാൾ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് കേൾക്കുക, റിഗാർഡ്ലെസ് ഓഫ് ദെയർ സീനിയോറിറ്റി ഓർ ഹൗ എക്സ്ട്രോവേർട്ട്. ആ പറയുന്ന വ്യക്തി ചിലപ്പം സീനിയറോ ജൂനിയറോ ആരും ആവാം. എന്നിരുന്നാലും അയാൾ പറയുന്നത് കേൾക്കുക എന്നതിനാണ് നല്ല ഇമ്പോർട്ടൻസ്. അയാൾ ഒരു എക്സ്ട്രോവേർട്ട് ആയിരിക്കാം. ദേ ആർ വെൻ ഇറ്റ് കംസ് ടു എക്സ്പ്രസിങ് ദെയർ ഒപ്പീനിയൻസ്. അവരുടെ ഒപ്പീനിയൻസ് പറയാൻ വേണ്ടി വരുമ്പോൾ ചിലപ്പോൾ ഒരു എക്സ്ട്രോവേർട്ടിനെ പോലെ അയാൾ പറയുന്നുണ്ടാവാം. എങ്കിലും എന്താണെങ്കിലും നമ്മളത് നല്ല ക്ഷമയോടുകൂടി കേൾക്കുക എന്ന് തന്നെയാണുള്ളത്. ആൻഡ് ആറാമത്തെ പോയിന്റിൽ പറയുന്നത് ഇറ്റ് ഹെൽപ്സ് ടു റെഡ്യൂസ് ബയസ് ആൻഡ് ഡോമിനൻസ് ആൻഡ് സേവിങ് ടൈം ആൻഡ് റിസോഴ്സസ്. ഇങ്ങനൊരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ ഒരുപാട് തെറ്റുകളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് റെഡ്യൂസ് ചെയ്യാനും പിന്നെ ഒരാളുടെ മുകളിൽ മറ്റൊരാളുടെ അധികാരം കാണിക്കുക എന്നുള്ള കാര്യം അതൊന്നും ഈ ഗ്രൂപ്പിലില്ല. ആൻഡ് സേവിങ് ടൈം, നമുക്ക് സമയലാഭം, ആൻഡ് റിസോഴ്സുകൾ അതെല്ലാം നമുക്ക് മാക്സിമം അവിടെ യൂട്ടിലൈസ് ചെയ്യപ്പെടുന്നു. ഏഴാമത്തെ പോയിന്റ് പറയുന്നത് ദീസ് ടൂൾസ് ക്യാൻ എനേബിൾ യു ടു ജനറേറ്റ് മോർ ഐഡിയാസ്. ഇങ്ങനെ ഒരു ടൂൾ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ജനറൽ ഐഡിയാസ് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നു. ഒരുപാട് റിപ്പീറ്റേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെ അവോയ്ഡ് ചെയ്യുക, അതുപോലെ നല്ലതിനെ തിരഞ്ഞെടുക്കുക, ഫിൽട്ടർ ചെയ്യുക. ഇറലവൻ്റ് ആയിട്ടുള്ളതും ഇംപ്രാക്ടിക്കൽ ആയിട്ടുള്ള ഐഡിയാസിനൊക്കെ നമ്മൾ ഫിൽട്ടർ ചെയ്തെടുക്കുക. ആൻഡ് റാങ്ക് ചെയ്യാം, നമുക്ക് ഏറ്റവും നല്ലത് ഏതാണെന്നുള്ളത്. ഐഡിയാസ് ഷെയർ ചെയ്യാം, ഒരേ സമയത്ത് തന്നെ ഫീഡ്ബാക്ക് എടുക്കാം. ആൻഡ് അതേഴ്സിൻ്റെ ഐഡിയാസിൻ്റെ മുകളിൽ നമുക്ക് പുതിയ കാര്യങ്ങളിലേക്ക് എത്താം. ഒരു ബോധം എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കാൻ പറ്റും ആ ടോപ്പിക്കിനെ കുറിച്ച്. ഈക്വൽ പാർട്ടിസിപ്പേഷൻ ഉറപ്പുവരുത്താം. ആൻഡ് അനോണിമിറ്റി ആൻഡ് ഡൈവേഴ്സിറ്റി ഓഫ് പെർസ്പെക്റ്റീവ്. വ്യത്യസ്തരായ ചിന്താഗതിയുള്ള ആളുകളും വ്യത്യസ്ത കാഴ്ചപ്പാടുകളുമുള്ള ഒരു ഗ്രൂപ്പാണിത്. ആൻഡ് അവോയ്ഡ് ഗ്രൂപ്പ് തിങ്ക് ഓർ സോഷ്യൽ പ്രഷറോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവിടെ നമുക്ക് ബാധിക്കുന്നില്ല. ആൻഡ് ഫിസിക്കൽ മീറ്റിംഗ്സിൻ്റെ ആവശ്യം അവിടെ ഇല്ല, അത് കുറയ്ക്കുക. പേപ്പർ ഓർ അതർ മെറ്റീരിയൽസ് ആണ്. ആൻഡ് ആക്സസ് ബ്രെയിൻ സ്റ്റോമിംഗ് സെഷൻസ് എനി ടൈം ആൻഡ് എനിവർ. എവിടെ വെച്ച് നമുക്ക് കണ്ടക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സെഷൻ തന്നെയാണ് ബ്രെയിൻ സ്റ്റോമിംഗ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് പോയിന്റിൽ പറഞ്ഞിരിക്കുന്നത് ബ്രെയിൻ സ്റ്റോമിംഗ് മെത്തേഡിൽ പ്രധാനമായിട്ടും ആസ്കിങ് പാർട്ടിസിപ്പൻസ് ടു കം അപ്പ്
വിത്ത് ക്രിയേറ്റീവ് ഐഡിയാസ് റിലേറ്റ് ടു എ സ്പെസിഫിക് ഡെസിഷൻ ഓർ പ്രോബ്ലം. ഏതെങ്കിലും കൃത്യമായിട്ടുള്ള ഒരു ഡെസിഷനോ പ്രോബ്ലത്തിനോ അവർക്ക് കൊടുത്തുകൊണ്ട് അവരിൽ നിന്ന് വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് ജനറേറ്റ് ചെയ്യാൻ പാർട്ടിസിപ്പൻസിനോട് ചോദിക്കുന്നൊരു കാര്യമാണ് ഈ ബ്രെയിൻ സ്റ്റോമിങ്ങിൽ. ആൻഡ് ജനറേഷൻ ഓഫ് എ വൈഡ് റേഞ്ച് ഓഫ് ഐഡിയ, അതുകൊണ്ട് തന്നെ നല്ല ഒരു വൈഡ് റേഞ്ച് ഓഫ് ഐഡിയാസ് നമുക്ക് അവിടെ ജനറേറ്റ് ചെയ്യാൻ പറ്റുക. ആ ഉൾക്കൊള്ളുന്ന ഓരോ വ്യക്തികൾക്കും അവരുടേതായ ഇൻസൈറ്റുകളും സജഷൻസ് എല്ലാം അവിടെ പ്രൊവൈഡ് ചെയ്യാം. എ കൊളാബറേറ്റീവ് പ്രോസസ്സ്, ഇപ്പം നിങ്ങൾ ഈ ഒരു സെൻറ്റൻസിലൊക്കെ കുറച്ചുകൂടി ഹൈലൈറ്റ് ചെയ്ത പോയിന്റുകൾ ഉണ്ടാവും. ഈ പോയിന്റ് തന്നെയാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. എ കൊളാബറേറ്റീവ് പ്രോസസ് ക്യാൻ എൻഹാൻസ് ദ ക്വാളിറ്റി, കണ്ടോ ഇവിടെ ഹൈലൈറ്റ് ചെയ്ത പോയിന്റാണ് എൻഹാൻസ് ദ ക്വാളിറ്റി ഓഫ് ഡെസിഷൻ മേക്കിംഗ്. അപ്പോൾ ആ ഒരു ഡെസിഷൻ മേക്കിങ്ങിൽ ക്വാളിറ്റീനെ ഒന്നുകൂടി ഉയർത്തിക്കൊണ്ടുവരിക ബൈ ഇൻകോർപ്പറേറ്റിംഗ്. എങ്ങനെയാണ് അത് ചെയ്യപ്പെടുന്നത്? ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസും എക്സ്പെർട്ടൈസും പെർസ്പെക്റ്റീവ് ഉള്ള ആളുകളെ ഒരുമിച്ച് ചേർക്കുമ്പോഴാണ് ഈ ഒരു ഡെസിഷൻ മേക്കിങ്ങിൽ ഇത്തരത്തിലൊരു ക്വാളിറ്റീനെ എൻഹാൻസ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നത്. കാരണം ഇവിടെ 1-2 വ്യക്തികളല്ല, ഒരു 5-10 കോർ ഗ്രൂപ്പിലുള്ള അല്ലെങ്കിൽ അത്രയും നല്ല ഏബിൾ ആയിട്ടുള്ള ആളുകളുടെ ഒരു ഗ്രൂപ്പിലാണ് ഈ ബ്രെയിൻ സ്റ്റോമിങ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ വ്യക്തികളുടെയും എക്സ്പീരിയൻസ് ഡിഫറെൻ്റ് ആണ്, എക്സ്പെർട്ടൈസ് ഡിഫറെൻ്റ് ആണ്, അവരുടെ കാഴ്ചപ്പാടുകൾ ഡിഫറെൻ്റ് ആണ്. പക്ഷേ ആ ഡിഫറെൻറ്റിനെ എല്ലാം കൂടിയിട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്കൊരു ക്വാളിറ്റി എൻഹാൻസ്മെൻ്റ് അവിടെ ഉണ്ടാവുന്നത്. ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇനി ഏതൊരു കാര്യത്തിനും അഡ്വാൻറ്റേജ് ഉള്ള പോലെ തന്നെ തീർച്ചയായിട്ടും ബ്രെയിൻ സ്റ്റോമിങ്ങിനും ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. എന്താണ് കാരണം? ഇപ്പം നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇതുപോലെ ചെയ്യുക എന്നുള്ളത് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ളൊരു ടാസ്ക് കൂടിയാണ്. കാരണം ഓഗ്മെൻ വിൽ അൺഡൗട്ടഡ്ലി കം അപ്പ്, തീർച്ചയായിട്ടും അസ്വാരസ്യങ്ങൾ ഉണ്ടാവും, അല്ലെങ്കിൽ വിമർശനങ്ങൾ ഉണ്ടാവും. സം പീപ്പിൾ ആർ മോർ ഓർ ലെസ് എക്സൈറ്റഡ് അബൌട്ട് ദ ചാൻസ് ടു പാർട്ടിസിപ്പേറ്റ് ദാൻ അതേഴ്സ്. ചില ആളുകളെക്കാട്ടിലും മുന്നിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ആ ഒരു ചാൻസ് ചിലർ നല്ല രീതിയിലോ അല്ലെങ്കിൽ വളരെ ലെസ് ആയിട്ടൊക്കെ ആയിരിക്കും അതിനെ യൂട്ടിലൈസ് ചെയ്യുന്നത്. അഡീഷണലി ഇറ്റ് മേ ആഡ് അഡീഷണൽ മീറ്റിംഗ്സ് ടു ദെയർ റെഗുലർ ജോബ് ഒബ്ലിഗേഷൻസ്. അവർക്ക് നിലവിൽ എന്താണോ ഒബ്ലിഗേഷൻസ് ഉള്ളത് അതിന് പുറമേറ്റൊക്കെ അഡീഷണൽ മീറ്റിംഗ്സ് ഒക്കെ ചെയ്യേണ്ടി വരും. ആൻഡ് ബട്ട് ട്രൈ നോട്ട് ടു ലോസ് ഹോപ്പ്, അതൊരു ശ്രമം മാത്രമാണ്. ഒരിക്കലും അവിടെ നമുക്ക് ഹോപ്പ്, പ്രതീക്ഷ ഇല്ലാതെ മുന്നോട്ട് പോകേണ്ട ആവശ്യം ഒന്നും വരുന്നില്ല. അപ്പോൾ ഒരു ഡിഫിക്കൽട്ട് ടാസ്ക് ആണ് എന്നുള്ളതാണ് മെയിനായിട്ട് പറയാനുള്ളത്. രണ്ടാമത്, ബ്രെയിൻ സ്റ്റോമിങ് സെഷനെ നമ്മൾ കാവോട്ടിക് സ്കാവെഞ്ചർ ഹൺസ് ആയിട്ടാണത് ട്രാൻസ്ഫോം ചെയ്യുന്നത്. അതായത് ഇഫ് മാനേജ്മെൻറ്റ് ഈസ് നോട്ട് കെയർഫുൾ, നമ്മൾ വർക്ക് ചെയ്യുന്ന ആ ഒരു ഫേം, അവിടുത്തെ മാനേജ്മെൻറ്റ് കെയർഫുൾ അല്ലെങ്കിൽ ശ്രദ്ധയില്ലെങ്കിൽ ബ്രെയിൻ സ്റ്റോമിങ് വിത്ത് ഗ്രൂപ്പ് ക്യാൻ ലീഡ് ടു ഡിസ്ജോയിൻറ്റ് ഡിസ്കഷൻസ് ആൻഡ് ഫ്രീ ഫോർ ഓൾസ് ദാറ്റ് ഫെയിൽ ടു ജനറേറ്റ് യൂസ്ഫുൾ സജഷൻസ്. വളരെ ശ്രദ്ധാപൂർവം ഇത്തരത്തിലുള്ള പരിപാടികൾ കണ്ടക്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഈ കുറച്ച് ഗ്രൂപ്പിലുള്ള ആളുകൾ വരും, കുറേ അനാവശ്യമായിട്ടുള്ള പ്രോബ്ലംസ് അവിടെ ഉണ്ടാവാം. ചിലപ്പം അവരുടെ യൂസ്ഫുള്ളായ സജഷൻ പോലും അവർക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഫെയിലായിട്ടും മാറാവുന്നതാണ്. ആൻഡ് മൂന്നാമത്തെ പോയിന്റിൽ പറയുന്നത് ഇറ്റ് പ്രൊമോട്ട്സ് എക്സസീവ് ഗ്രൂപ്പ് തിങ്ക് ആൻഡ് ലിറ്റിൽ ഒറിജിനൽ തോട്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ കുറച്ച് പേര് ചേർന്ന് അവരുടെ ഐഡിയാസിനെ കൊണ്ടുവരാൻ നിൽക്കുമ്പോഴും നമുക്കതിനെ എക്സസീവ് ആയിട്ടൊരു ഗ്രൂപ്പ് തിങ്കിനെയാണ് ഇത് പ്രൊമോട്ട് ചെയ്യുന്നത്. വളരെ അധികം ഇതിന് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യണം, എന്നാൽ മാത്രമാണ് ഒരു സിംഗിൾ ആയിട്ടുള്ള ഒരു കാര്യം പോലും നമുക്ക് അവിടെ നിന്ന് കിട്ടുള്ളൂ. ഇറ്റ് പെർമിറ്റ്സ് എ സ്മോൾ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽ ടു കൺട്രോൾ ദ ഡിസ്കോഴ്സ്. ഈ ഒരു കാര്യത്തിനെ കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന വളരെ വിരലിലുണ്ടാവുന്ന ആളുകൾ ചേരുന്ന ഒരു ഗ്രൂപ്പാണ് ഇത് വരുന്നത്. അപ്പോൾ വൺ ഇൻഡിവിജ്വൽ ഓൾവേസ് ടേക്ക് ചാർജ്, അതിലത്തെ ഒരാൾ എന്തായാലും അതിൽ ചാർജ് ഏറ്റെടുക്കും. പിന്നെ വോയിസസ് ദെയർ വ്യൂസ്, അവരുടെ വ്യൂസിനെ കുറിച്ച് പറയുക. ആൻഡ് എക്സ്പെക്ട്സ് ദ റെസ്റ്റ് ഓഫ് ദ ഗ്രൂപ്പ് ഫോളോ സ്യൂട്ട്, അതിനനുസരിച്ച് ബാക്കിയുള്ള ആളുകൾ അത് ഫോളോ ചെയ്യുന്നു. അപ്പോൾ ബാക്കിയുള്ള ആൾക്കാർ അതിനെ കറക്റ്റായിട്ട് അപ്ലൈ ചെയ്യുന്നു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ക്രിയേറ്റീവ് പ്രോസസ്സ് അവിടെ ഹാമ്പർ ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. കാരണം ചില വ്യക്തികളുടെ ഒരു ഡോമിനൻറ്റ് പേഴ്സണാലിറ്റി കാരണം അല്ലെങ്കിൽ അവരെ പേടിച്ച് ചില മെമ്പേഴ്സ് വായടക്കി ഇരിക്കുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ പോവുകയാണ്. അഞ്ചാമത്തേൽ പറയുന്നത് ചില ടീം മെമ്പേഴ്സിന് പ്രത്യേകിച്ച് എന്തില്ല, നോ പ്രോബ്ലം ലെറ്റിംഗ് അതേഴ്സ് കൺട്രോൾ ദ ഡിസ്കോഴ്സ്. അവർക്ക് മറ്റുള്ള വ്യക്തികളത് കൺട്രോൾ ചെയ്യുന്നതുകൊണ്ട് യാതൊരു പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ മെനി വോണ്ട് ടു റിമെയിൻ അൺനോട്ടീസ്ഡ് ആൻഡ് റിലേ ഓൺ അതേഴ്സ് ഗെറ്റ് മോസ്റ്റ് ഓഫ് ദെയർ ഐഡിയാസ്. പിന്നെ ചില ആളുകളോ മറ്റുള്ളവരെന്ത് പറയും നോക്കിയിരിക്കുന്ന ആൾക്കാർ, അവരുടെ ഐഡിയ കിട്ടിയിട്ട് വേണം ബാക്കി ചെയ്യാന്നുള്ളത്. അപ്പോൾ ഒരു ഗ്രൂപ്പിൽ വർക്ക് ചെയ്യുക അല്ലെങ്കിൽ ഒരു ടീമായിട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ കുറച്ച് വൈൽ വർക്കിംഗ് അലോൺ, നമുക്കൊരു ഒറ്റപ്പെട്ട് ഇരിക്കുന്ന സമയത്തൊക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ കൊണ്ട് പ്രത്യേകിച്ച് വലിയ ഗുണങ്ങളൊന്നും ഉണ്ടാവുന്നില്ല. പിന്നെ അതേപോലെ തന്നെ ആൾക്കാർ കൂടി ചേരുമ്പോൾ വളരെ പല തരത്തിലുള്ള വർത്തമാനങ്ങളിലേക്ക് അത് പോകാനുള്ള സാധ്യത കൂടുതലാണ്. ആറാമത്തെ പോയിന്റിൽ പിയർ പ്രഷർ ഒക്കേഴ്സ് വെൻ അതർ പീപ്പിൾ പെർസ്യൂ ടു ആക്ട് ഓർ തിങ്ക് എ സ്പെസിഫിക് വേ.
ഒരു ഗ്രൂപ്പിലിരിക്കുമ്പം ഏതെങ്കിലും ഒരാൾ നല്ല രീതിയിൽ കാര്യങ്ങൾ തിങ്ക് ചെയ്യാനും ആക്ട് ചെയ്യാനും ഒക്കെ പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ബാക്കിയുള്ളവർക്ക് അതൊന്നും കിട്ടുന്നില്ലെങ്കിൽ അവർ വല്ലാത്തൊരു പ്രഷറിലായിരിക്കും ഉണ്ടായിരിക്കുക. അതോ ഇറ്റ് മെ നോട്ട് ബി റെലവൻറ്റ് ഡ്യൂറിങ് എ ബ്രെയിൻ സ്റ്റോമിങ് സെഷൻ. ചിലപ്പം ആ ഒരു സെഷനിൽ അത്രത്തോളം റെലവൻ്റ് ഒന്നും ആയിക്കൊള്ളുന്നില്ല. ഇറ്റ് അൺഫോർച്ചുനേറ്റ്ലി ഹാപ്പൻസ് ഫ്രീക്വൻറ്റ്ലി. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം നിർഭാഗ്യവശാൽ എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഫിയർ ഓഫ് റിവെഞ്ച്, ചിലപ്പോൾ അതിലൂടെ അവർക്കൊരു റിവെഞ്ച്, ഒരു പ്രതികാര ബുദ്ധി ഉണ്ടാവാം. പീപ്പിൾ മേ എക്സ്പീരിയൻസ് പിയർ പ്രഷർ ടു സപ്പോർട്ട് ഒപ്പീനിയൻസ്. ഞാൻ പറയുന്ന തീരുമാനങ്ങളോട് എല്ലാവരും അതിന് യോജിക്കണമെന്നോ അല്ലെങ്കിൽ മറ്റുള്ളവരെ പേടിച്ചുകൊണ്ട് ചിലപ്പോൾ നമ്മുടെ തീരുമാനം പറയാതിരിക്കുന്ന അവസ്ഥയോ അങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷൻസ് അവിടെ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. ചിലപ്പോൾ എല്ലാവർക്കും വളരെ കോൺഫിഡൻറ്റോടുകൂടി അവരുടെ ഒപ്പീനിയൻസ് പറയാനുള്ള ഒരു മാനസികാവസ്ഥ കിട്ടിക്കൊള്ളണമെന്നില്ല. ആൻഡ് ഏഴാമത്തെ പോയിന്റ് പറയുന്നത് പേഴ്സണലി വേരിയേഷൻസ് ക്രിയേറ്റ് പ്രോബ്ലംസ്. പേഴ്സണാലിറ്റി വേരിയേഷൻസ്, ഇരിക്കുന്ന ഓരോ വ്യക്തികളും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പേഴ്സണാലിറ്റി ഉണ്ട്. അപ്പോൾ അത് ആ പേഴ്സണാലിറ്റി മാറുന്നതിനനുസരിച്ച് തന്നെ ആ പ്രോബ്ലംസിനെ കാണുന്നതിലും അവർക്കുള്ള വേരിയേഷൻസ് ഉണ്ടായിരിക്കാം. അപ്പോൾ 2 ടൈപ്സ് ഓഫ് പേഴ്സണാലിറ്റീസ് ആണ് സാധാരണ. ഒന്ന് എക്സ്ട്രോവേർട്ട് ആണ്, വിൽ നോട്ട് ഹെസിറ്റേറ്റ് ടു ഷെയർ ദെയർ മോസ്റ്റ് ഡിസ്ഗ്രേസ്ഫുൾ തോട്ട്സ് ഇൻ ഫ്രണ്ട് ഓഫ് എ ക്രൗഡ്. ഒരു വലിയ ജനക്കൂട്ടത്തിൻ്റെ മുമ്പിൽ അവരുടെ തോട്ട്സ് എന്താണെന്നുള്ളത് ഷെയർ ചെയ്യാൻ വളരെ നല്ല രീതിയിൽ അവർക്കത് യാതൊരു മടിയില്ല എന്നുള്ളതാണ് എക്സ്ട്രോവേർട്ടിന്. ബട്ട് ദ സെയിം കനോട്ട് ബി ട്രൂ ഫോർ ക്വൈറ്റ് ഇൻട്രോവേർട്ട്സ്. പക്ഷേ ഇൻട്രോവേർട്ടുകാരെ സംബന്ധിച്ചോളം അങ്ങനെ പറയാനുള്ളൊരു ധൈര്യം അവർക്ക് ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പോൾ അതും ഇതിൻ്റെ ആ ഇരിക്കുന്ന വ്യക്തികളുടെ പേഴ്സണാലിറ്റിയെ ബേസ് ചെയ്തിരിക്കും എത്രത്തോളം അവർക്കിത് ഉൾക്കൊള്ളാൻ പറ്റുന്നു എന്നുള്ള കാര്യത്തിനെക്കുറിച്ച്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു സെഷനിൽ നമ്മളെടുത്ത പോയിന്റ് എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും ഡിസിഷൻ മേക്കിങ്ങിൽ വരുന്ന ഫസ്റ്റ് ടൂള്, നമ്മൾ ടെക്നിക്സ് ഒക്കെ നോക്കി, സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ് ഒക്കെ ആയിരുന്നു ഇതിന് മുന്നേ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സിൽ വരുന്ന ഡിസിഷൻ മേക്കിംഗ് ടൂൾസൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി പ്രധാനമായിട്ടും നമ്മൾ ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന ടെക്നിക്സുകളാണ് പ്രധാനമായിട്ട്. അപ്പോൾ ടൂൾസ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂളൊക്കെ കഴിഞ്ഞു, ഇനി ടെക്നിക്സിലേക്ക് വന്നു. അപ്പോൾ ഫസ്റ്റ് ബ്രെയിൻ സ്റ്റോമിങ് ടെക്നിക്ക് എന്താണെന്നുള്ളത് നിർബന്ധമായിട്ടും പഠിക്കുക, വളരെ ചാൻസുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അതേപോലെ തന്നെ അങ്ങനെ ഒരു സെഷൻ കണ്ടക്ട് ചെയ്യുമ്പം എന്തൊക്കെ റൂൾസ് ഉണ്ടായിരിക്കണം, ഇനി ഇങ്ങനെ ഒരു ബ്രെയിൻ സ്റ്റോമിങ് സെഷൻ കൊണ്ട് നമുക്കുള്ള അഡ്വാൻറ്റേജുകളും അതേപോലെ തന്നെ നമ്മൾ ഡിസഡ്വാൻറ്റേജസുമാണ് ഇപ്പം ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇതിന് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ ഇവിടെ എന്തിനൊക്കെ സാധ്യതകൾ ഉണ്ടെന്ന് കൂടി പറയാം. ഒരു 2-3 മാർക്കിന് വാട്ട് ഈസ് ബ്രെയിൻ സ്റ്റോമിങ് എന്ന് ചോദ്യം വരാം. അതേപോലെ തന്നെ ഒരു 5 മാർക്ക് 6 മാർക്കിന് ഒരു ഷോർട്ട് എസ്സേ നമുക്ക് ഏത് ചോദിക്കാം, വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓർ വാട്ട് ആർ ദ റൂൾസ് റിലേറ്റഡ് ടു ബ്രെയിൻ സ്റ്റോമിങ് ഓർ വാട്ട് ആർ ദ ഡിസഡ്വാൻറ്റേജസ് ഓഫ് ബ്രെയിൻ സ്റ്റോമിങ്. ഇതെല്ലാം ഒരു 5-6 മാർക്കിൻ്റെ ഒരു ഷോർട്ട് എസ്സേക്ക് അല്ലെങ്കിൽ ഒരു പാരഗ്രാഫ് ക്വസ്റ്റ്യനൊക്കെ വരാവുന്നതാണ്. ആൻഡ് എസ്സേ ക്വസ്റ്റ്യനിലേക്ക് വരുമ്പം കംപ്ലീറ്റ് ആയിട്ട് വരാവുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് വാട്ട് ഈസ് ബ്രെയിൻ സ്റ്റോമിങ് ടെക്നിക് ആൻഡ് മെറിറ്റ് ആൻഡ് ഡിമെറിറ്റ്സ്. അപ്പോൾ ഇത്രയും സാധ്യതയുള്ള ഒരു പോർഷൻ തന്നെയാണ് ബ്രെയിൻ സ്റ്റോമിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഈ ഒരു ടോപ്പിക്ക് എല്ലാവർക്കും വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. ഓക്കെ, താങ്ക്